അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, ഉമറെ, ഉപദേശകനായി മരണം മതി. ഉമർ റളിയല്ലാഹു അൻഹു ഈ വാചകം തൻ്റെ മോതിരത്തിൽ കൊത്തിവെച്ചിരുന്നതായി ചരിത്രത്തിൽ കാണാം. ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉമർ പോലും മരണത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ചിരുന്നു. മരണത്തെക്കുറിച്ചുള്ള അധിക സ്മരണയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും ഈമാനിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്ത തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കും, നന്മ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഞാൻ മരിച്ചാൽ മക്കൾ എന്താകും, കുടുംബം എന്താകുമെന്നാണ് അധികം ആളുകളും ചിന്തിക്കുക. എന്നാൽ ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും, എൻ്റെ പരലോക ജീവിതം എന്താകുമെന്ന് ചിന്തിക്കുന്നത് മുതൽ ഒരുവൻ്റെ ജീവിതം നന്നായിത്തീരും. സമയത്തെക്കുറിച്ചുള്ള ആകുലതയും അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിലുള്ള ശ്രദ്ധയും അത്തരക്കാർക്കേ ഉണ്ടാകും. തനിക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി അവർ പണിയെടുക്കും. നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ഓരോ ആത്മാവും ചിന്തിക്കട്ടെ എന്ന ഖുർആൻ വചനം അവർക്ക് നന്മ ചെയ്യാൻ പ്രചോദനമാകും. ദുനിയാവിലെ ജീവിതം കൊണ്ട് ആഖിറത്തിലെ വിജയമാണ് ലക്ഷ്യമാക്കുന്നതെന്നുള്ള ചിന്ത അവരെ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രചോദനമാകും. ഇത്തരക്കാരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതിങ്ങനെ: അല്ലദീന യളന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അവസാനം തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്നും അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലേണ്ടതുണ്ടെന്നും കരുതുന്നവരാണവർ. നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുസ്സിൽ എത്രത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കുമോ അവിടെയാണ് നമ്മുടെ വിജയം. ചാലിട്ടൊഴുകുന്ന മഴവെള്ളത്തിലെ ചപ്പുചവറുകൾ പോലെ മുസ്ലിങ്ങളായിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിക്കുന്നുണ്ട്. വഹന് പിടികൂടിയതാണ് കാരണമെന്ന് പറയുമ്പോൾ സഹാബാക്കൾ അതെന്താണെന്ന് ചോദിച്ചു. ലോകത്തോടുള്ള അമിത സ്നേഹവും മരണത്തോടുള്ള വെറുപ്പുമെന്നായിരുന്നു അവിടുത്തെ മറുപടി. മരണത്തോടുള്ള ഭയമെന്നല്ല, മരണത്തോടുള്ള വെറുപ്പെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ലോകത്തിലെ ഭൗതിക സുഖാനുഭവങ്ങളിൽ നിന്നും വിട്ടുപിരിയുവാനുള്ള ആഗ്രഹമില്ലായ്മയാണ് അതിന് കാരണം. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നാം മരണപ്പെടുമെന്നത് നമുക്ക് തീർച്ചയാണ്. ഈ നിമിഷം മരണം വന്ന് വിളിച്ചാൽ ആ അവസാന യാത്രയ്ക്കായി ഞാൻ ഒരുങ്ങിയോ എന്ന് ഓരോ ആത്മാവും പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ നമ്മുടെ വീട്ടുപടിക്കലെത്തി നിൽക്കുകയാണ്. ഈ റമദാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഓരോ നിമിഷവും സൂക്ഷ്മമായി ആ അവസാന യാത്രയ്ക്കായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.